ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഞാൻ മല്ലിയേച്ചി മല്ലിയേച്ചി എന്നാണ് വിളിക്കുന്നത്. അത് വർഷങ്ങളായി ആ വിളി തുടങ്ങിയിട്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കാം. പ്രിയപ്പെട്ട മല്ലിയേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി ആർ പാർവതി, ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീകുമാരി, ബഹുമാനിയായ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയത്തി വൈഷ്ണവ് നായർ, കൗൺസിലറാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സജിത ജീനാഥ്, എല്ലാവരിലും ഏറ്റവും എനിക്ക് സ്നേഹവും ആദരവും എന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള വത്സാമണി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം മല്ലിയേച്ചി ഒരറ്റത്തു നിന്ന് തുടങ്ങി ഒരറ്റം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. കാരണം മല്ലിയേച്ചിയുടെ ജീവിതം തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പുഞ്ചിരിക്കുന്ന മല്ലിയേച്ചിയുടെ ജീവിതത്തിൻ്റെ ആ ഓരോ കാലഘട്ടവും എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമാണ് എന്ന് തന്നെ ഞാൻ പറയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം, ഞാനൊരു മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ പൊതുപ്രവർത്തകരായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ 5 മക്കളാണ്, അതിൽ 3 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങൾ പെൺകുട്ടികൾ 3 പേരും കൂടെ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ കുരുവി കുരുവി എന്ന് വിളിക്കും ഞങ്ങളെ. കാരണം ഞങ്ങളുടെ പപ്പായുടെ തെരഞ്ഞെടുപ്പിലെ അന്ന് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഉള്ള ചിഹ്നമാണ് കുരുവി. അങ്ങനെ കുരുവി കുരുവി എന്നാണ് സ്കൂളിലൊക്കെ ഞങ്ങളുടെ ഇരട്ടപ്പേര്. ആ തോക്കൂടെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ കുരുവി കുഞ്ഞുങ്ങളായി ഞങ്ങൾ വളർന്നു. ഞങ്ങളുടെ മാതാവ് പൊതുരംഗത്ത് കേരളത്തിലെ ഒരു നല്ല പദവിയിലേക്ക് വന്നു. അതൊക്കെ കൊണ്ടാവാം ഞാനും പെയ്യെ ഈ ബാലജനസഖ്യത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വന്നത്. അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഒരു നല്ലത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയങ്ങളാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ പരാജയങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന വേദനകളും അതിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര പറഞ്ഞാലും അത് തീരില്ല. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുകയുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. മല്ലിയേച്ചിയോട് ഞാനിപ്പോൾ പറഞ്ഞു, മല്ലിയേച്ചി പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മല്ലിയേച്ചൻ അനുഭവമായിരിക്കാം മല്ലിയേച്ചി പറഞ്ഞത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എന്നെ സമീപിക്കുന്ന പലരും എന്നോട് പറയുന്ന അവരുടെ അനുഭവങ്ങളിൽ 3 വർഷം എന്നോട് അടുപ്പം പുലർത്തുകയും അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ എനിക്ക് നീ ആരുമല്ലെന്ന് പറയുകയും ചെയ്താൽ 3 വർഷത്തിന് ശേഷം നമ്മൾ പ്രതികരിച്ചു എന്ന് പറയുന്നത് ഒരു കുറവാണോ? ഒരു ദിവസം നമ്മളെ ഒരുത്തൻ റേപ്പ് ചെയ്താൽ അതിനേക്കാട്ടിൽ വേദനയാണ് 3 വർഷക്കാലം നമ്മൾ മനസ്സും ശരീരവും വിശ്വസിച്ച് ഒരാളോടൊപ്പം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നീ എനിക്ക് ആരുമല്ല എന്ന് പറഞ്ഞാൽ ആ 3 വർഷം അയാൾക്കുള്ളത്, അയാൾ നടത്തിയത് പീഡനം തന്നെയാണെന്ന് ഞാൻ പറയൂ. എൻ്റെ അടുത്ത് വന്നവരിൽ നിന്ന് എനിക്കതാ തോന്നിയിട്ടുള്ളത്. റേപ്പുകൾ പലയിടത്തും നടക്കും, അത് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. പക്ഷേ ഈ വർഷങ്ങളോളം സ്നേഹമാണ്, അടുപ്പമാണ്, ജീവിതത്തിൽ നീയാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞു വഞ്ചിക്കുമ്പോൾ അതുണ്ടാകുന്ന വേദന, അത് നൽകുന്ന പീഡനം, അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. എനിക്ക് അതുകൊണ്ട് തോന്നിയ ഒരു കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. ചിലർ എന്നോട് പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റൂല. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്.
കാരണം അനിയത്തിയുടെ കല്യാണം. ഞാനിതിപ്പോൾ പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്കൊരു കല്യാണം പോലും വരത്തില്ല. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, അനിയത്തിയുടെ കല്യാണം വരെ നീ ക്ഷമിക്കണം എന്ന്. ഇപ്പൊ ഏറ്റവും വിവാദമായ ഒരു കേസ് എന്ന് പറയുന്നത് 1.5 വർഷത്തിന് ശേഷം, അല്ലെ 1.5 വർഷത്തിന് മുമ്പുണ്ടായ കാര്യം 1.5 വർഷത്തിന് ശേഷം പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? മലീച്ചി ഇപ്പൊ ചോദിച്ചൊരു കാര്യമാണ്. പക്ഷെ എനിക്കറിയാവുന്ന സംഭവം എന്ന് പറയുന്നത് അനിയത്തിയുടെ കല്യാണം വരെ ആ ചേട്ടത്തി തനിക്കേറ്റ പീഡനം പറയാതെ കാത്തിരുന്നു. കാരണം ആ പീഡനം പറഞ്ഞു, അത് ഭയങ്കര വിവാദമായി. പക്ഷേ അനിയത്തിയുടെ കല്യാണം നടത്തി ആ വീട്ടുകാർ അതിനെ വളരെ ബോൾഡായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യമേ ഉള്ളൂ. ഇന്ന് നടന്നാലും എന്ന് നടന്നാലും പുരുഷൻ അവിശ്വസ്തത ഒരു സ്ത്രീയോട് പുലർത്തുന്നെങ്കിൽ വിശ്വാസം അതല്ലേ എല്ലാം. പിന്നെ എൻ്റെ അനിയത്തിക്കുട്ടികൾ കുറേ പേരുണ്ട് ഇവിടെ. എനിക്ക് അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ അവസാനത്തെ വാക്കൊന്നുമല്ല പുരുഷൻ. അങ്ങനൊന്നും ആരും ധരിക്കണ്ട. നമ്മള് പുരുഷൻ ഒരു സൃഷ്ടിയാണെങ്കിൽ സ്ത്രീയും ഒരു സൃഷ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഞാൻ തോൽപ്പിച്ചതൊക്കെ പുരുഷന്മാരെയാണ്. ഞാൻ 6 തെരഞ്ഞെടുപ്പ് നേരിട്ടു, ജയിച്ചു, ജയിപ്പിച്ചു, തോറ്റു, തോൽപ്പിച്ചു. ഇതെല്ലാം പുരുഷന്മാരെയാണ്. ഇന്ന് എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റുന്ന പുരുഷന്മാരുണ്ടെന്ന്. അതാണ് ഒരു സ്ത്രീയുടെ ശക്തി. നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നമ്മുടെ കാലിടറുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ ഉറപ്പിക്കണം. ആരെയും ചാരി നിന്നിട്ട് ആരെങ്കിലും നമ്മളെ താങ്ങുമെന്ന് വിചാരിച്ചിട്ട് ജീവിതം കൊണ്ടുപോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, ആരായിരുന്നാലും ഒരു പരിധിവരെ അതുണ്ടാവും. എപ്പോഴും ജയിക്കുന്നവർക്കേ ഉള്ളൂ പൂമാല, തോക്കുന്നവർക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഈ വേദിയിലുള്ളവരൊക്കെ ഫൈറ്റേഴ്സാണ്. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരുടെ ചരിത്രങ്ങൾ എനിക്കറിയില്ല. ഫൈറ്റ് ചെയ്യണം ജീവിതത്തിൽ. സ്ത്രീക്ക് ഫൈറ്റ് ചെയ്താലേ ജയിക്കാൻ പറ്റൂ. പുരുഷൻ അങ്ങനെയല്ല. പുരുഷന് ജന്മനാൽ തന്നെ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ സ്ത്രീ ജന്മം കൊണ്ട് തന്നെ അതിനൊരു നമ്മൾ പറയുമല്ലോ, ഫിസിക്കലി തന്നെ നമുക്കറിയാം. അമ്മയാവാൻ ആർക്കാ പറ്റുക? സ്ത്രീക്കേ പറ്റുക, അല്ലേ? സ്ത്രീയാണ്. നമ്മൾ പറയും ഭൂമിദേവി എന്ന് പറയുന്നത് സ്ത്രീയാണ്. ഭാരതാംബ നമ്മുടെ സങ്കല്പത്തിൽ സ്ത്രീയാണ്. എവിടെയും പുരാണങ്ങൾ എടുത്താൽ സ്ത്രീ എല്ലായിടത്തും ഒരു ത്യാഗമയും സ്നേഹമയും അതുപോലെ തന്നെ ശക്തിയുമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടികളോട് പറയാനുള്ളത്, എന്നായാലും ഒരു പണി തന്നാൽ തിരിച്ചു പണി കൊടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവണം. ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു കടവും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. എനിക്കിട്ട് പണിതാൽ അവനിട്ട് തിരിച്ച് ഞാൻ പണിതിരിക്കും. സമ്മതിച്ചോ? അന്നാ ഒന്ന് കൈയടിച്ചേ. നമ്മളെത്ര വലുതായാലും നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം. എപ്പോഴും ഓർത്തോണം, ഒരു ബലം എന്ന് പറയുന്നത് കുടുംബമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ദൈവത്തിൽ എന്തെല്ലാം വരുമ്പോഴും കുടുംബത്തെ ഞാൻ ചേർത്ത് പിടിക്കും. കുടുംബം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് ചാച്ചേ എന്നാണ്. ഇതൊരു ചെറിയ ഇതായതുകൊണ്ട് ഞാൻ പറയാം. എനിക്കറിയാം മുകളിലത്തെ നിലയിൽ അത്ര ഹാപ്പിയൊന്നും അല്ലാതെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാം. ഞാൻ താഴേന്ന് ചെല്ലുമ്പോഴേ ചാച്ചേ എന്നങ്ങോട്ട് വിളിക്കും. വീണു, അവിടെ ആള് വീണു.
ആ വിളിയിൽ വീണു. എനിക്കൊരു മോളുണ്ട്. എമ്യാനേ എവിടെയാ എന്ന് ചോദിക്കും. ഓ, മോക്കും സന്തോഷം. നമ്മുടെ മനസ്സിലെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കും. നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രതികൂലങ്ങൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ. നമ്മൾ ഏത് പ്രായത്തിൽ നമ്മളായിരിക്കും കുട്ടികൾക്ക് ആ പ്രശ്നമെന്ന്, കുട്ടികൾക്ക് മാത്രമല്ല. ഇന്ന് രാവിലെ മുതൽ ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ, ഞാൻ നമ്മുടെ പാർവതി, ഞാൻ എപ്പോഴും എൻ്റെ സഹോദര സ്ഥാനത്ത് ഞാൻ കാണുന്ന, അഭിമാനത്തോടെ കാണുന്ന ആളാണ് ശിവൻകുട്ടി സഖാവ്. എനിക്ക് ഭയങ്കര ആദരവാണ്. ഇന്നലെ ഒന്നുള്ള ആദരവല്ല, എനിക്ക് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അദ്ദേഹത്തോട് ഭയങ്കര ആദരം. എനിക്ക് ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ കാണിക്കുന്നവരോടാണ് ഇഷ്ടം. ഉഴ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ധീരതയോടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എപ്പോഴും എനിക്കതൊരു വലിയ ഹരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെയും പറയുക, ടെൻഷൻ വേണ്ട കേട്ടോ. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 24 നോക്കിയപ്പോൾ SKN പറയുന്നു, ടെൻഷൻ വേണ്ട കേട്ടോ കുട്ടികളെ. ഇപ്പുറത്ത് അരുൺ പറയുന്നു, ടെൻഷൻ വേണ്ട കുട്ടികളെ. അച്യുത് പറയുന്നു, ഇതെന്താ ഈ സാധനം, ഈ ടെൻഷൻ കുട്ടികൾക്ക്. എന്നോട് എൻ്റെ അപ്പനും അമ്മയൊക്കെ, ആ മോളെ നീ പെന്നെടുത്തോ, അതിൻ്റെ അകത്ത് മഷിയുണ്ടോ, ഇതെടുത്തോ, കൊണ്ടുപോകാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ, ഇതൊക്കെ ചോദിക്കല്ലത്. മോക്ക് ടെൻഷൻ വേണ്ട കേട്ടോ, ടെൻഷൻ വേണ്ട. എന്നോട് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിൽ ടെൻഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ജനിച്ച് വീഴുന്ന 1 വയസ്സ് പോലും ഇല്ലാത്ത കൊച്ചിന് വരെ ടെൻഷനാണ്. അതെന്ന് പറയുന്നത് കാലഘട്ടം മാറി, അതിൻ്റെതായ മാറ്റങ്ങൾ എല്ലാ രംഗത്തുമുണ്ട്. ഇന്നെല്ലാ സ്വാതന്ത്ര്യം, എല്ലാവരും എന്നോട് ചോദിച്ചു മത്സരിക്കുന്നുണ്ടോ. ചിലപ്പം ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാലൊക്കെ പിടിച്ച് എങ്ങനെയുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റൊക്കെ വേണമെങ്കിൽ കിട്ടാമായിരുന്നു. ഞാൻ നേരത്തെ തീരുമാനിച്ചു, ഇനി മത്സരം വേണ്ട, എനിക്ക് ജീവിക്കണം. ഇഷ്ടമുള്ള സാരി ഉടുത്ത്, ഇഷ്ടമുള്ള പോലെ തലേ മുല്ലപ്പൂ വെച്ച്, ഇഷ്ടമുള്ള പോലെ കണ്ണെഴുതി, പൊട്ടു തൊട്ട്, കുപ്പിവളയിട്ട്, സിനിമ കണ്ട്, പാട്ടുപാടി, എനിക്ക് ഈ മണ്ണിൽ എൻ്റെ ആഗ്രഹമായി ഞാനായി എനിക്ക് ജീവിക്കണം. അതിനേറ്റവും നല്ല മാർഗം ഈ വോട്ട് തരണേ, വോട്ട് തരണേ, വോട്ട് തരണേ. വോട്ടങ്ങോട്ടായാലുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ മാറിപ്പോകും. പിന്നെ കോട്ടൺ സാരി ഉടുക്കണം, ഇങ്ങനെ മെടഞ്ഞു കുത്തണം, തലയിൽ എണ്ണ തേക്കണം, മുടി കെട്ടിവെക്കണം, ലിപ്സ്റ്റിക്ക് തൂക്കണം. പിന്നെ ആരെ കണ്ടാലും അയ്യോ അയ്യോ എന്തോരു മടുത്തു മടുത്തു മടുത്തു. ഞാൻ പറഞ്ഞു എനിക്കിനിയും ഈ അഭിനയം വയ്യ. മല്യേച്ചിയൊക്കെ എന്ത്, ശോഭന ജോർജിന്റെ ഒക്കെ അഭിനയമായിരുന്നു. ജയിക്കണോ, അത് വേണം. അതാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ സ്ഥാനാർത്ഥിയായാലുള്ള പിന്നെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അവരെ കുറ്റം പറയും, പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെയൊക്കെ ആണായാലും പെണ്ണായാലും അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏതായാലും എനിക്ക് വലിയ സന്തോഷം. ഇന്ന് ഞാൻ വന്ദേ ഭാരതിന് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. എൻ്റെ ടിക്കറ്റ് പോയി. 2000 ചില്ലാനം രൂപയുണ്ട്. ഇവർ പോകുമ്പം ചിലപ്പോൾ തരുമായിരിക്കും. ആണ്ട് കിടക്കുന്നു. വലിയച്ചയ്ക്ക് ഇപ്പോൾ പ്ലെയിൻ ടിക്കറ്റ് കൊടുക്കണമെന്നോ. എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് മണിച്ചേട്ടനാണ്. ഞാൻ മണിച്ചേട്ടനോട് പറഞ്ഞു, അന്നും ഞാനൊരു പഴക്കാളിയും ചട്ടമ്പിയും തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടാ എനിക്ക് പൂ വെക്കാതൊന്നും അസംബ്ലിയിൽ പോകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, വെള്ളസാരി ഉടുത്ത് പോകണമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല, എനിക്കിങ്ങനൊക്കെ ആവാനേ പറ്റൂ. അപ്പോൾ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ശോഭന അങ്ങനെ തന്നെ ആയാൽ മതിയെന്ന. അങ്ങനെ എനിക്ക് പറയാനുള്ളത് അന്നത്തെ കാലത്ത് കേരളകൗമുദി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 5 കോളം വാർത്തയിൽ ശോഭന ജോർജിന്റെ മറ്റൊരു ജീവിതത്തിന്റെ തുടക്കം അങ്ങനെ കേരള കൗമുദിയിലും അതിനുശേഷം കലാകൗമുദിയിലും വരുന്നു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ആരെങ്കിലുമായി ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് മണിച്ചേട്ടൻ എന്ന് പറയുന്ന
എനിക്കൊരിക്കലും പറഞ്ഞാൽ തീരാത്ത കടപ്പാടുള്ള അദ്ദേഹത്തോടാണ്. ആ ഓർമ്മയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിരിക്കണം, പ്രാർത്ഥിക്കണം, ഒരാളെയും ചതിക്കാനും വഞ്ചിക്കാനും പോകരുത്. അവസാന വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ വനിതാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.